അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്തക്കാരും സെലഫികളും തമ്മിൽ ഇന്നലെ ഒരു സംവാദം നടന്നു. നബിദിനം ആഘോഷം എന്ന വിഷയത്തിലായിരുന്നു സംവാദം. ആ സംവാദം പൂർണ്ണമായി എല്ലാവരും കേൾക്കണം. അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, നബിദിനം ആഘോഷവാദികളായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ, അവർക്കൊക്കെ അത് അയച്ചു കൊടുത്ത് അവരോടൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയണം. മുജാഹിദുകൾ പ്രവാചക വിരോധികളാണ് എന്നും പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ് എന്നും പ്രവാചകന്റെ ജന്മദിനത്തെ ഇകഴ്ത്തി കെട്ടുന്നവരാണ് എന്നും അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പുരോഹിത വർഗം അവരുടെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു കൂവുന്നത് കേട്ട് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് കൃത്യമായി ബോധ്യപ്പെടണം. സമസ്തക്കാർ അവരുടെ സ്റ്റേജുകളിൽ നിന്നും പേജുകളിൽ നിന്നും പാമര ജനതയെ പറഞ്ഞു പഠിപ്പിച്ചത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ളതാണ് എന്നും ഖുർആനിൽ അതിന് തെളിവുണ്ട് എന്നും അങ്ങനെ തുടങ്ങി നിരവധി തെളിവുകൾ അവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കാറുണ്ട്. എന്നാൽ കൃത്യമായി വിഷയത്തിൽ ഊന്നി നിന്ന് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാതെ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാതെ മുസ്ലിയാക്കന്മാർ കിടന്ന് വിയർക്കുന്ന രംഗം, അവർ ബബ്ബബ്ബെ അടിക്കുന്ന രംഗം, അരിയത്ര മാപ്പിള എന്ന് ചോദിക്കുമ്പോൾ പരരഞ്ഞായി എന്നൊക്കെ മറുപടി പറയുന്ന രൂപത്തിൽ മുസ്ലിയാക്കന്മാർ കിടന്ന് ചക്രശ്വാസം വലിക്കുന്ന രംഗം നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഗതികേട് വന്നത്? ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള ഒരു കാര്യമാണ് എങ്കിൽ, ഇത്രമാത്രം പുണ്യമുള്ള ഒരു കാര്യമാണ് എങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ അത് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പ്രമാണങ്ങളിൽ ഒരു തെളിവും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിയാക്കന്മാർ കിടന്ന് വേർക്കേണ്ടി വന്നത്. സഹോദരങ്ങളെ, ഈ കാലം അത്രയും സമസ്തക്കാർ എന്താണ് സമൂഹത്തോട് പറഞ്ഞു വെച്ചത്? സമസ്ത എന്ന് പറയുമ്പോൾ സമസ്ത പ്രത്യേകിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ട സംഘടനയാണ് എന്നൊക്കെയാണ് അവകാശവാദം. ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഘടനയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന പുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ മുക്കം ഫൈസിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് അള്ളാഹു തൃപ്തിപ്പെട്ട സംഘടനയാണ്. ഏത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്നും ഞങ്ങൾക്കറിയില്ല. ഏതായാലും പുരോഹിതന്മാർ ഈ രൂപത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘടന ഇത് രൂപീകരിച്ചത് തന്നെ എന്തിനാണ്? സമസ്ത ഉണ്ടാക്കിയത് വഹാബികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ്. ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയാണ്. ഇവരുടെ പിഴച്ച ആശയങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതൊക്കെ പല വീഡിയോകളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവിടെ കൃത്യമായി നമുക്കറിയാം സമസ്തയുടെ മുൻഗാമികൾ എന്താണ് സമൂഹത്തോട് പറഞ്ഞു വെച്ചത് എന്ന്. ചില രംഗങ്ങൾ നമുക്ക് കാണാം. ഇവരുടെ വലിയ നേതാവായി, ഇവർ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന നാട്ടികവി മൂസ മുസ്ലിയാരെ കുറിച്ച് ഇവരെന്താണ് പറയാറുള്ളത്? മുജാഹിദുകളുടെയൊക്കെ പേടി സ്വപ്നമാണ് എന്നൊക്കെയാണ്. അങ്ങനെയുള്ള നാട്ടികവി മൂസ മുസ്ലിയാര് നബിദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയാണ്. അതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കാൻ ഉപദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന് എന്റെ ജന്മദിനാണ്, ആ ജന്മദിനത്തെ അനുസ്മരിക്കാനാണ്. മാത്രമല്ല, തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് കാരണം നരകാവകാശിയായ അബൂലഹബിന് പോലും തിങ്കളാഴ്ച ദിവസം നരകശിക്ഷയിൽ ലഘൂകരണം അനുഭവിക്കുന്നു. മോചനമല്ല, ലഘൂകരണം. അത് ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതാ കാരണം. സഹാബത്തിന്റെ താബികളുടെ പൂർവികരുടെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. അവർ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, മൗലൂദിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. താബികളിൽ പ്രമുഖനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് 300-ലധികം സഹാബിവര്യന്മാരോട് സഹബത്തിട്ടുണ്ട്. അവരിൽ തന്നെ 60 പേർ ബദറിൽ പങ്കെടുത്തവരായിരുന്നു. അവരോടൊപ്പം ജീവിച്ച അദ്ദേഹം സഹാബത്തിനോടൊപ്പം നിന്ന് പറഞ്ഞത്, സഹാബത്തിന്റെ കാലശേഷം പറഞ്ഞതല്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവത്തിന്റെ കാലവും അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ താരീഖും പരിശോധിച്ചാൽ ബോധ്യമാകും. അവരോടൊപ്പം ജീവിക്കുന്ന ഹസൻ ബസ്രി പറഞ്ഞത്, എനിക്ക് ഉഹദ് പർവ്വതത്തോളം സ്വർണം ലഭിച്ചാലും പ്രവാചകരുടെ മൗലൂദിന് വേണ്ടി അത് ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇവിടെ നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞതാണ് പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട് എന്നാണ്. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ജനിച്ച ദിവസം, അത് നബിദിനമാഘോഷത്തിന് തെളിവായിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അബൂലഹബിന്റെ കൂൾ ഡ്രിങ്ക്സിന്റെ കഥ, അത് നബിദിനമാഘോഷത്തിന് തെളിവായിക്കൊണ്ടാണ് പറയുന്നത്. അതുപോലെ ബദറിലടക്കം പങ്കെടുത്ത സഹാബാക്കളുടെ എണ്ണം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹസനുൽ ബസരിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. ഇതൊക്കെ പ്രാമാണികമായി തെളിവുള്ളതാണ് എന്ന അർത്ഥത്തിൽ പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരുടെ മുന്നിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച കാര്യമാണ്. ഇയാള് മാത്രമല്ല, പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞതാണ് മുദഫർ കാലത്തുണ്ടായതാണ്, നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഉണ്ടായതാണ്. തെറ്റിദ്ധാരണ ഉണ്ട്. ആ തെറ്റിദ്ധാരണക്ക് ഒരു കാരണമുണ്ട്.
അങ്ങനെ ആരോ പാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പാടിയവർക്കും പറഞ്ഞവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരിയല്ല. എന്തുകൊണ്ട്? മുസഫർ രാജാവിന്റെ കാലത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം അദ്ദേഹം ആയിരക്കണക്കിൽ ആട്, 10,000-കണക്കിൽ കോഴി അറുത്ത് മൗലൂദിന്റെ പേരിൽ രാജകീയ സദ്യ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് അദ്ദേഹമാണ്. അദ്ദേഹം മൗലൂദിന്റെ തുടക്കക്കാരനല്ല, കേവല സദ്യയുടെ തുടക്കക്കാരനല്ല, രാജകീയ സദ്യയുടെ തുടക്കക്കാരൻ മാത്രം. ഹസൻ ബസ്രി ആവട്ടെ ഉഹദ് മലയോളം സ്വർണം കിട്ടിയാലും മൗലൂദിന് വേണ്ടി ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ മുസഫർ രാജാവിനെക്കാണ് വലിയ സദ്യ ഉണ്ടാക്കാൻ ഹസൻ ബസ്രിക്ക് മോഹം. ലഭിച്ചാൽ ചെലവഴിക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അങ്ങനെയല്ല നമ്മൾ അലിഫിന്ന് പഠിച്ചത്. ലഭിച്ചാൽ ചെലവാക്കുമായിരുന്നു, ലഭിച്ചില്ല ചെലവഴിച്ചില്ല. അതുകൊണ്ട് നേരത്തെ ഇങ്ങനെ സമ്പ്രദായമില്ല എന്നത് ചരിത്രപരമായ വിവരദോഷമാണ്, ചരിത്രപരമായ മണ്ടത്തരല്ല. ചരിത്രപരമായ വിവരദോഷമാണ്. നേരത്തെ ഇങ്ങനെ മൗലൂദ് സമ്പ്രദായം, നബിദിനാഘോഷ പരിപാടികൾ ഇല്ല എന്ന ആക്ഷേപം. പിന്നെ വൈവിധ്യങ്ങൾ വന്നിരിക്കാം. അത് നിങ്ങളിങ്ങനെ 3 കോടിയുള്ള ഒരു കുബ്ബ ആലേഖനം ചെയ്ത കേട്ടില്ലേ സഹോദരങ്ങളെ? ഇവിടെ കൃത്യമായി മുദഫർ രാജാവ് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് അത് വിപുലമായി തുടക്കം കുറിച്ചു, രാജകീയമായി തുടക്കം കുറിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയം ഇ കെ സമസ്തക്കാർ മാത്രമല്ല, AP സമസ്തക്കാരും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മൗലിദ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നിരവധി സ്വഹാബിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മദിയത്തെ പള്ളിയിൽ നിന്ന് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കാലത്ത്, മരണത്തിന്റെ ശേഷമുള്ള ആണ്ടല്ല, ജന്മദിനത്തിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹസ്സൻ ബിൻ സാബിത്ത് ചൊല്ലാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും അബൂ ഹുറൈറ തുടങ്ങിയ മഹാന്മാരായ സഹാബിമാരെ പങ്കെടുപ്പിച്ച് ഹസ്സൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മദിയത്തെ പള്ളിയിൽ നിന്ന് മൗലിദ് ഓതി. സഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഫി മദ്ഹബിൽ ഒരു മസ്അലയെ പറ്റി പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ഇമാം നബവി എന്ത് പറഞ്ഞു എന്നാ പണ്ഡിതന്മാർ നോക്കുന്നത്, അതാ ഫത്വ കൊടുക്കുന്നത്. ചോദ്യം വന്നാൽ ആ വിഷയത്തിൽ ഇമാം നബവിന്റെ അഭിപ്രായം എന്താണെന്നാണ് നോക്കുക. ഇമാം നബവിന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതാണ് മുൻഗണന, അതാ നൽകുക. കാരണം ഷാഫി മദ്ഹബിൽ ഇമാം നബവി 2ാം ഷാഫി എന്ന മുഅ്മിൻ പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഈ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് വിശദീകരിച്ച് ശറഹ് മുസ്ലിമിൽ എഴുതി. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ്, അവിടുത്തെ മദ്ഹ് പള്ളികളിൽ വെച്ച് ചെല്ലൽ സുന്നത്താകുന്നു എന്ന. ഇവിടെ ചെറിയ AP വലിയ വായിൽ വിളിച്ചു പറഞ്ഞതൊക്കെ എന്താണ്? പ്രവാചകന്റെ കാലഘട്ടം തന്നെ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ സഹാബാക്കൾ ആഘോഷിച്ചിട്ടുണ്ട്. നേരത്തെ നാട്ടികവി മൂസ മുസ്ലിയാർ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ഇദ്ദേഹവും കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇത്രമാത്രം തെളിവുകൾ ഉണ്ടെന്ന് ഇവരുടെ മുൻഗാമികൾ പറഞ്ഞു വെച്ച, സുന്നത്താണ് എന്ന് പറഞ്ഞു വെച്ച, വലിയ പുണ്യമുണ്ട് എന്ന് പറഞ്ഞു വെച്ച, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് എഴുതി വെച്ച, 2 പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് എഴുതി വെച്ച ഈ നബിദിനം ആഘോഷം എന്തുകൊണ്ട് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ, സലഫി പണ്ഡിതന്മാരുടെ മുന്നിലെത്തുമ്പോൾ പറയാൻ പറ്റുന്നില്ല, തെളിവായി ഉദ്ധരിക്കാൻ പറ്റുന്നില്ല? ഖുർആനിലെ ആയത്ത്, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു എന്ന് തുടങ്ങുന്ന ആയത്ത് നബിദിനമാഘോഷത്തിന് തെളിവായി സ്റ്റേജിലൂടെയും പേജിലൂടെയും പറയുന്ന പുരോഹിത വർഗത്തിന് മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ മുന്നിലെത്തുമ്പോൾ എന്തുകൊണ്ട് അത് സ്ഥാപിക്കാൻ പറ്റുന്നില്ല? കൃത്യമായി മുജാഹിദിന്റെ പണ്ഡിതന്മാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. ആധികാരിക തഫ്സീർ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ എന്തുകൊണ്ട് സ്ഥാപിക്കാൻ നിൽക്കുന്നില്ല? കൃത്യമായി നമുക്കറിയാം, പ്രമാണങ്ങളിൽ എവിടെയും തന്നെ നബിദിനമാഘോഷത്തിന് തെളിവില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. പച്ചക്കളവുകളും ദുർവ്യാഖ്യാനങ്ങളും കോട്ടിമാട്ടലുകളും തരികിടകളുമല്ലാതെ പുരോഹിതവർഗം ഇന്നേ വരെ കൃത്യമായി പ്രമാണങ്ങൾ കൊണ്ട് നബിദിനമാഘോഷം സ്ഥാപിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ല. പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാനല്ലാതെ പുരോഹിതവർഗത്തിന് സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞു വെക്കുന്ന സമസ്തക്കാരും സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള ഒരു വിഷയത്തിനും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന സംവാദവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരു ഷോർട്ട് വീഡിയോ കാണാം. തങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ താബികളുടെ കാലത്തോ തമിഴ് താബികളുടെ കാലത്തോ മദ്ഹബിന്റെ ഇമാമുമാരെ അറിയപ്പെടുന്ന അയിമ്മത്തുൽ അർബയുടെ കാലഘട്ടത്തിലോ പോലും നബിദിനാഘോഷം എന്നൊരു രീതി ഇല്ല എന്നുള്ളത് നമ്മൾ 2 കൂട്ടം തർക്കമില്ലാതെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹിജ്റ 300-ക്ക് ശേഷം ഷിയാക്കൾ ഫാത്തിമിയാക്കളാണ് ലോകത്താദ്യമായി ഇത്തരമൊരു ആഘോഷത്തിന്
തുടക്കമിട്ടത് എന്ന വിഷയത്തിലും നമ്മൾ രണ്ടു കൂട്ടം തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് വ്യത്യസ്തങ്ങളായ എഴുത്തുകളിലൂടെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. വിശുദ്ധ ഖുർആനിലോ പ്രവാചക അധ്യാപനങ്ങളിലോ തെളിവുണ്ടാകുമ്പോഴാണല്ലോ ഒരു കാര്യം ദീനിൽ അടിസ്ഥാനമായി ഇബാദത്തായി മാറുന്നത്. എന്നാൽ അങ്ങനെ പ്രമാണങ്ങൾ പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾ ആഘോഷിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം പിന്നീട് ഷിയാക്കൾ ആരംഭിച്ച, അതിനുശേഷം 150 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് സൂഫിയായ മുല്ല ഉമർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം പിന്നീട് ഏറ്റെടുത്ത, അതിനുശേഷം 600കളിൽ വഫാത്തായ മുദഫർ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് തന്റെ ഭരണ പരിഷ്കാരത്തിന്റെ ഭാഗമായി മാത്രം നടപ്പിലാക്കിയ ഒരു കാര്യം, ഈ പ്രമാണങ്ങൾക്ക് പരിചയമില്ലാത്തതും ആദ്യ തലമുറകൾക്ക് പരിചയമില്ലാത്തതും അഹ്ലുസുന്നയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരാരും ആദ്യ നൂറ്റാണ്ടുകളിൽ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുക പോലും ചെയ്യാത്തതുമായ ഒരാഘോഷം എങ്ങനെയാണ് പിന്നെ ഇസ്ലാമിൽ ഉണ്ടാവുക എന്നത് ഏതൊരാൾക്കും ആലോചിച്ച കൃത്യമായി ബോധ്യമാകുന്ന. ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും തന്നെ യാതൊരു തെളിവുമില്ലാത്ത നബിദിനമാഘോഷത്തെ ഇവർ മഹത്വവൽക്കരിച്ചുകൊണ്ട്, പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ പ്രവാചക സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയവും സമ്പത്തും ചെലവഴിച്ച് കെങ്കേമമായി ആഘോഷിക്കുമ്പോൾ നാം ഓർക്കണം, മഹാനായ നമ്മുടെ നേതാവ് ദീൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത, ആ സഹാബാക്കൾ ആചരിക്കാത്ത, അത് സ്നേഹത്തിന്റെ പേരിലായാൽ പോലും സഹാബാക്കളെക്കാളും വലിയ സ്നേഹമുള്ള ആളുകളാണ് സമസ്തക്കാർ എന്നൊന്നും ആർക്കും തന്നെ വാദമില്ലല്ലോ. അപ്പോൾ ആ സഹാബാക്കൾക്ക് പോലും പരിചയമില്ലാത്ത, അവർ പോലും ആഘോഷിച്ചിട്ടില്ലാത്ത, അവർ പോലും അനുഷ്ഠിച്ചിട്ടില്ലാത്ത, ഉത്തമ തലമുറക്കാർക്ക് പരിചയമില്ലാത്ത, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ഈ നബിദിനമാഘോഷം നമുക്ക് വേണോ? നിങ്ങൾ സംവാദത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ കാണണം, പഠിക്കണം, മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലടക്കം ഇത് ഷെയർ ചെയ്ത് എല്ലാവരോടും ഒന്ന് കാണാൻ വേണ്ടി പറയണം. കാരണം ഇത് പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിലപ്പെട്ട സമയം ചെലവഴിക്കൊണ്ട് പണ്ഡിതന്മാർ അവിടെ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാവപ്പെട്ട ഒരുപാട് അറിവില്ലാത്ത ആളുകളുണ്ട്, അവരിലേക്ക് ഇതൊക്കെ എത്തണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ എതിർപക്ഷത്തുള്ള മുസ്ലിയാക്കന്മാർ ഇതൊക്കെ സമ്മതിക്കും, അവരെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം എന്ന ഉദ്ദേശത്തോടെയല്ല. അതുകൊണ്ട് ഇത് കാണുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക. ആളുകളൊക്കെ ഒന്ന് കേൾക്കട്ടെ, മുജാഹിദുകളും മുജാഹിദുകളല്ലാത്തവരും ഒക്കെ ഇത് കേൾക്കട്ടെ, അവരൊക്കെ കാര്യങ്ങൾ പഠിക്കട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.